അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ വീഡിയോ പെരുന്നാൾ നിസ്കാരത്തിനെ കുറിച്ചാണ്. എങ്ങനെയാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത്, ആരൊക്കെയാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. പെരുന്നാൾ നിസ്കാരം ഒരു സുന്നത്തായ നിസ്കാരമാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സുന്നത്തുള്ള ഒരു നിസ്കാരമാണ്. ജമാഅത്തായി നിസ്കരിക്കലും സുന്നത്തുള്ള ഒരു നിസ്കാരം കൂടിയാണ് പെരുന്നാൾ നിസ്കാരം. ആണുങ്ങൾ ഏതായാലും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കും. സൗകര്യമുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുക. മറ്റു നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും പെരുന്നാൾ നിസ്കാരത്തിന് ഷർത്തും ഫർളുമാണ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം പെരുന്നാളിന്റെ അന്ന് സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹുർ വരെയാണ്, ഉച്ചവരെയാണ്. ളുഹുർ ബാങ്ക് കൊടുക്കലോടുകൂടി പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം അവസാനിച്ചു. എങ്ങനെയാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത്? പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്തായി ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. എന്നിട്ട് വജ്ജഹത്ത് ഓതുക. വജ്ജഹത്തിന് ശേഷം 1ാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ എന്ന് 7 പ്രാവശ്യം. ആ ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സുന്നത്തുണ്ട്. അതോടൊപ്പം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്നും പറയാം, അതും സുന്നത്താണ്. എന്നിട്ട് 7ാമത്തെ തക്ബീറിന്റെ ശേഷം ഈ ദിക്ർ ചൊല്ലൽ സുന്നത്തില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്തില്ല. അഊദു ഓതി ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുക. ഫാത്തിഹ ഓതിയതിനു ശേഷം 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫ് ഓതുക. സൂറത്തുൽ ഖാഫ് അറിയുന്നവർ അത് ഓതുക. അല്ലെങ്കിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക. അതും സാധിക്കുന്നില്ലെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാലും മതി. സൂറത്ത് ഓതുക എന്നുള്ളത് ഒരു സുന്നത്തായ കാര്യമാണ്. കഴിയുന്ന സൂറത്ത് ഓതുക. 1ാമത്തെ റക്അത്തിൽ അങ്ങനെയാണ്. 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ ശേഷം ആദ്യം 5 തക്ബീർ ചൊല്ലുക. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക 5 പ്രാവശ്യം. ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. 5ാമത്തെ തക്ബീറിന് ശേഷം ഈ ദിക്ർ ചൊല്ലൽ സുന്നത്തില്ല. അഊദു ഓതി ഫാത്തിഹ ഓതുക. എന്നിട്ട് 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖമർ ഓതുക. അല്ലെങ്കിൽ ഹല്ലത്താക ഹദീസുൽ വാശിയ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക. 1ാമത്തെ റക്അത്തിൽ ഖാഫും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖമറും. അത് സാധിക്കുന്നില്ലെങ്കിൽ 1ാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലയും 2ാമത്തെ റക്അത്തിൽ ഹല്ലത്താക ഹദീസുൽ വാശിയ എന്ന സൂറത്തും ഓതുക. അല്ലെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി ഒരാൾ 7 തക്ബീറോ അല്ലെങ്കിൽ 5 തക്ബീറോ, പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകിച്ചും പറയേണ്ട ഈ തക്ബീർ ഒരാൾ മറന്നുപോയാൽ, ഉദാഹരണത്തിന് കൈകെട്ടി വജ്ജഹത്ത് ഓതി നേരെ ഫാത്തിഹയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ പിന്നീട് അവൻ ഈ തക്ബീർ ചൊല്ലേണ്ടതില്ല. അതേപോലെ ആ തക്ബീറിന് പകരമായി സഹവിന്റെ സുജൂദും ചെയ്യേണ്ടതില്ല. കാരണം ഇത് അബാബുസ്വരത്തിൽപ്പെട്ട ഒരു സുന്നത്ത് അല്ല ഈ തക്ബീർ എന്നുള്ളത്. അപ്പോൾ അവനക്ക് അതിന്റെ കൂലി നഷ്ടപ്പെട്ടു. എന്നാലും അവൻ ഫാത്തിഹ തുടങ്ങിയതിനു ശേഷം വീണ്ടും ഈ തക്ബീറിലേക്ക് തിരിച്ചു വരേണ്ടതില്ല, അങ്ങനെ വരാൻ പാടില്ല. ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം. കഴിയുന്ന ആളുകൾ ഈ നിസ്കാരം പഠിച്ച് നിസ്കരിച്ച് ദുആ ചെയ്യുക. അതേപോലെ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.